വെൽക്കം. ഈ കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ 2 സ്ഥലത്തേക്കുള്ള ട്രിപ്പാണ്. ആദ്യം ഐവ ഫാൾസും പിന്നെ ഗ്ലാഡ്ബ്രൂക്കും. വേറൊരു വ്ളോഗിൽ ബീഡ്സ് പാർക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അവിടുന്ന് ഞങ്ങൾ വേറെ പാർക്കിൽ പോയിരുന്നു. ആ പാർക്കാണിത്. അയോവ ഫാൾസ് എന്നാണ് ഈ സിറ്റിയുടെ പേര്. അയോവ റിവർ എന്നാണിത് ഈ ഒഴുകുന്നത്. അതിൻ്റെ മേളിൽ കൂടെയുള്ള പാലമാണിത്, തൂക്കുപാലം. സ്വിങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനൊരു ചെറിയ വാട്ടർഫാൾ കാണാം. പിന്നെ ഈ റിവർ ഒഴുകുന്നു. അവിടെ നിറയെ ലൈം സ്റ്റോണാണ്. ആ സൈഡിൽ കാണുന്ന എല്ലാം ലൈം സ്റ്റോണാണ്. അപ്പോൾ പഴയൊരു പാലമെന്ന് കണ്ടാലേ അറിയാം. അവിടുത്തെ ബോർഡിൽ അത് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. 1897 അത് ആദ്യമായിട്ട് പണിയുന്നത്. 1989 ആക്ച്വലി അതൊരു ഫുൾ റീകൺസ്ട്രക്ഷൻ നടന്നു. പിന്നെ ലോക്കൽസും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അത് അമേരിക്കയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അവർക്ക് എന്തുണ്ടെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് ഉള്ളതിനെ വളരെ കൂടുതൽ ഭംഗിയാക്കി അത് കൊണ്ടുപോകും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ വന്ന് ഈ കാണുന്ന പാലത്തിൽ കയറി. അപ്പോൾ ആ റിവർ കാണാം. പിന്നെയാണ് മനസ്സിലായത് അവിടുത്തെ ഒരു ലാൻഡ്മാർക്കാണത്. ഇപ്പോൾ നമ്മളീ പോയ പാലമില്ലേ, ആ പാലത്തിൻ്റെ പടമാണ് ആ ടൗണിലുള്ള എല്ലാ സ്ട്രീറ്റ് നെയിമിൻ്റെ ബോർഡിലുള്ളത്. അതായത് ഇപ്പോൾ മെയിൻ സ്ട്രീറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ കുട്ടി ബോർഡ് അതിൻ്റെ മുകളിൽ ഈ പാലത്തിൻ്റെ പടമുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ആ കളറിൽ ആ പടം വളരെ യുണീക്കായിട്ട് തോന്നി. അവിടുന്ന് ഞങ്ങൾ പോയത് അടുത്ത ദിവസം വേറൊരു പാർക്കിലേക്ക്. ഈ സൈഡിൽ കാണുന്നതെല്ലാം മിക്കവാറും കോൺഫീൽഡ്സാണ്. ടോളായിട്ട് കാണുന്നതല്ല, പൊക്കമില്ലാതെ കാണുന്നതൊക്കെ സോയാബീൻ്റെ ക്രോപ്പും. പിന്നെ ഈ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ക്രോപ്പ് ഡസ്റ്റർ എന്ന് വിളിക്കുന്ന എയർക്രാഫ്റ്റ്. വളരെ പ്രിസൈസായിട്ട് ഈ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡൊക്കെ തളിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ക്രോപ്പ് ഡസ്റ്റർ. ഈ ചെയ്യുന്നതിന് ക്രോപ്പ് ഡസ്റ്റിംഗ് എന്ന് പറയും. ഇത്രയും താണ് പറന്ന് കൃത്യമായി ആ ജോലി ചെയ്യണമെങ്കിൽ നല്ല കഴിവുണ്ടായിരിക്കണം അത് ഓടിക്കുന്നവർക്ക്, അല്ലേ? പിന്നെ ഈ വിൻമിൽസ് അമേരിക്കയിൽ പലയിടത്തും ഉണ്ട്. പക്ഷേ അയോവയിലാണ് ഏറ്റവും കൂടുതൽ വിൻമിൽസ് ഉള്ള ഒരു സ്ഥലം. അതൊരുവിധം മനസ്സിലായിട്ടുണ്ടാവും. കാരണം എല്ലാം തുറന്ന സ്ഥലവും നല്ല കാറ്റ് വരുന്നതും ആയതുകൊണ്ടായിരിക്കണം ഇവിടെ ഏറ്റവും വിൻമിൽസ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ യൂണിയൻ ഗ്രോവ് സ്റ്റേറ്റ് പാർക്കിലെത്തി. വാട്ടർഫാൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം എന്നുള്ള തീരുമാനത്തോടെ നടന്നു. ചെറിയൊരരുവി. തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഈ ചെറിയ അരുവിയും ഈ ചെറിയ വാട്ടർഫാളും കാണുമ്പോൾ ഒരു സുഖമുണ്ട്. അതിനടുത്തൂടെയുള്ള വഴി കൂടെ നടന്ന് ഞങ്ങൾ വാട്ടർഫാളിന് തൊട്ടടുത്തെത്തി. അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് ബോട്ടിലും കണ്ടു. അത് കാണുമ്പോൾ എപ്പോഴും ഒരു ഡിസപ്പോയിൻമെൻ്റാണ്. നമ്മൾക്ക് ഇത്രേ പറ്റുള്ളൂ, കുറച്ചും കൂടെയൊക്കെ റെസ്പോൺസിബിളായിട്ട് പെരുമാറിക്കൂടെ എന്ന് തോന്നും മനുഷ്യർക്ക്. അവിടെ നിന്ന് ഞങ്ങൾ നടന്നെത്തിയത് ഈ സ്ഥലത്താണ്. വളരെ നിശ്ചലമായ ഒരു അന്തരീക്ഷം. കിളികളുടെ ശബ്ദം പോലുമില്ല, അത്ര നിശബ്ദത. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കും, ഇത് ഇന്ത്യയിലായിരുന്നെങ്കിൽ എന്തെല്ലാം ശബ്ദങ്ങളുണ്ടാവും. ഞാൻ പറയുന്നത് പ്രകൃതിയുടെയാണ്. കുറേ കിളികൾ, കുറേ കാക്ക, തത്ത, മൈന, കുയിൽ, എന്തെല്ലാം ഉണ്ടാവും. അതുപോലുമില്ല. പക്ഷെ കാണാൻ നല്ല സുഖം, പച്ചപ്പും
മേഘങ്ങളും വെള്ളവും, അത് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഒരു കുട്ടി റേസും. ആര് ജയിച്ചു എന്ന് പറയണ്ടല്ലോ. ഇവിടെ ഒരാൾ തേൻ കുടിച്ച് തകർക്കുകയാണ്. മുമ്പോട്ട് കുറച്ചുകൂടെ നടക്കാൻ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നടന്നു. ഞങ്ങളുടെ ഈ അമേരിക്കൻ ജീവിതത്തിൽ കഷ്ടിച്ച് 5-6 മാസമേ കിട്ടൂ സ്വതന്ത്രമായി ഇങ്ങനെ നടക്കാനും പച്ചപ്പ് കാണാനും ജാക്കറ്റൊന്നും ഇല്ലാതെ പുറത്തിറങ്ങി പോകാനും. അത് ഞങ്ങൾക്കൊരു റീചാർജിങ് ടൈമാണ്, അടുത്ത 6 മാസത്തേക്കുള്ള ചാർജ്. അപ്പോൾ എൻ്റെ ഈ കുട്ടി യാത്രയിൽ വന്നതിന് താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇനി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.